വെൽക്കം ടു മൈ ചാനൽ ക്രേസി ത്രിപ്രസംഗിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്നും ഞാനൊരു വണ്ടിയാണ് കളിക്കാൻ പോവാണ്. എൻ്റെ പ്രൈം കുറഞ്ഞല്ലോ ഗൈസ്. എന്താ വെച്ചാൽ എൻ്റെ പ്രൈം കുറഞ്ഞേ എന്താ എനിക്കറിയില്ല. നിങ്ങൾ പ്രൈമും കുറഞ്ഞൊന്നും പറയട്ടെ. എൻ്റെ പ്രൈം 3 ആയിരുന്നു, കുറഞ്ഞു പോയി ഗൈസ്. അപ്പം നമ്മളെ ക്രാഫ്റ്റ്ലാൻഡ് വണ്ടിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇവൻ്റെ ഈ ഗിൽഡ് കാരണം എന്തായാലും എനിക്ക് ആ ഗിൽഡ് കാരണമില്ല അവരെ. പിന്നെ എന്താണ് അവനും ആ ഗിൽഡല്ലേ. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റ്ലാൻഡ് വണ്ടിയാണ് എടുക്കാം. ഈ വണ്ടിയാണ് ഞാൻ എന്തായാലും അവൻ്റെ തല പൊട്ടിക്കും. കഴിഞ്ഞ തൊട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ കളിച്ച ആ വണ്ടിയാണിൽ ഞാൻ ഡിഫീറ്റ് ചെയ്തു. പക്ഷേ ഈ കളിയിൽ അവനെ ഡിഫീറ്റ് ചെയ്യും ഗൈസ്. ഇതെന്താ സ്റ്റാർട്ടാവാത്തെ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് കണ്ട് ഡെസേർട്ട് എടുക്കാം. പിന്നെ ഡെസേർട്ട് വെച്ചാൽ കോടി പോയി തലയ്ക്ക് കൊടുക്കാൻ കഴിയുക. പറ്റൂല പോനെ എത്തൂലക്കി തോന്നി. ഇറങ്ങി വാട എമ്മി, നല്ല തല നിൽക്കുകയാണ് അവിടെ. ഒന്ന് കയറൂല ഇടയ്ക്കില്ലേ എൻ്റെ കയ്യിനെന്ത് കുഴപ്പമാണ്. ഈ ഫിംഗർ സ്ലീവ് കെട്ട് കളിക്കാൻ കുറച്ച് പാടാട്ടോ, പക്ഷെ എനിക്ക് കളിക്കാറിയാണ്ട് കുഴപ്പമില്ല. തല ആടാ, എനിക്ക് തല വേണം എൻ്റെ. ഈ ഡെസേർട്ട് വെച്ച് മാത്രം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നോക്കിയാൽ അവിടെ എന്ത് കുത്തിപ്പിടിയാനാടാ. നല്ല ഗണ്ണേത് MB40 എന്തോ ആണ്. ആ MB40 UMP ആണ്, നല്ല കിട്ടിയിട്ടുണ്ട്. ബ്രോ അടിക്കല്ലേ ബ്രോ, എന്തെങ്കിലും എന്താ എടുക്കുക. നമുക്ക് M8 എടുക്കാം, പിന്നെ UMP എടുക്കാം. സൈലൻസറും അടിക്കാം വെറുതെ. അയ്യോ എന്താണ് എവിടെ നീ? എനിക്ക് അവിടെ തല പൊട്ടിയാണ്. UMP വെച്ച് കൊല്ലണം. എവിടെ അതാ എടാ ഓരോന്ന് ബൈസ് അവിടെ പാട്ടി കൊന്നളാ. ഈ റൗണ്ട് എന്തായാലും എടുക്കും. ലോങ് റേഞ്ച് ഗണ്ണ് വേണം തോന്നുന്നു. 1 2 3 4 5 6 6 കൊടുത്തിട്ട് ഒന്നും ചത്തില്ല. ഒരു കാര്യം, ഈ UMP ഒക്കെ മാറ്റിയിട്ട് അല്ലേ UMP മാറ്റാൻ ഗൈസ്. എത്തപ്പം എടുക്കുക. ഉഡ്പക്കർ എടുക്കാം, സെൻസർ കൂടി മേടിക്കാം. നല്ല കാറ്റുണ്ടല്ലോ ഗൈസ് ഇവിടെ. അവിടെ നല്ല തല കിടന്നാലോ, കിടന്ന കഴപ്പ. ഫസ്റ്റ് റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓനൊരു റൗണ്ട് ഞാനൊരു റൗണ്ട്. അവരുടെ തല നമ്മളെടുത്തു. വാടാ കേറുന്നില്ല. കേറി. ആരാ പറഞ്ഞ കേറില്ലാന്ന്? കേറി. 2-1 നമ്മൾ കളി കയറിയിട്ടുണ്ട് ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ പണ്ടേ സീനല്ലേ അതാ. 3-1 കളി. ഞാൻ ഭയങ്കര പ്രോ പ്ലെയർ തന്നെ. മൊത്തം കുത്തിപ്പിടിച്ചിട്ടാന്നേ ഉള്ളൂന്ന് മാത്രം. പിന്നെ നിങ്ങൾ മറ്റേ ക്രാഫ്റ്റ്ലാൻഡിൻ്റെ ഇമോട്ട് എടുത്തോ എനിക്കറിയില്ല. ഇത് പണ്ട് എനിക്ക് ആ ഇമോട്ട് എൻ്റെ വേറൊരു ഐഡിയയിലുണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ആ ബാനായി പോയതാണ്. ഞാൻ സ്കോപ്പ് ചെയ്തിട്ടോ അവൻ അടിച്ചില്ല. പൊണ്ണ സ്കോപ്പ് ചെയ്ത് അടിച്ചിട്ടാ. നല്ല രസമുണ്ട് കളിക്കാനൊക്കെ. ആ ഇമോട്ട് പണ്ടെന്നോ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ബാനായി പോയ ഐഡിയ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നെങ്കിലും ആവട്ടെ. അത്താ ഞാൻ സംസാരിക്കുമ്പോൾ അടിക്കല്ലേ ബ്രോ. തോംസങ് ഉഡ്പക്കർ എന്താണ് കിടക്കണ്ട, ഇരിക്കാം, പറയാൻ കഴിയില്ല. എന്നിട്ട് ഒരു 4 years old ഇമോട്ട് നെറ്റ് പോയി. ഇല്ലില്ല, ഓല്ലേ അവിടെ ഒളിച്ച് നിന്ന് അടിക്കാൻ പോവാ. പറഞ്ഞില്ലേ ഒളിച്ച് നിന്ന് അടിക്കുന്നത്. പക്ഷെ ഒന്നും കൊള്ളടാ, സ്കോപ്പ് ചെയ്യേണ്ടി വരുമോ? ഇമോട്ട് ഓറ ചേണ്ട് കൊണ്ടുണ്ടെങ്കിലേ നല്ല രസമുണ്ടായിരുന്നു. എന്ത് കുത്തിപ്പിടിയാടെ ഞാൻ ഉപ്പക്കറിനോട്. അതാ
കേസ് 5-2 നമ്മൾ കളി പോയിരിക്കുകയാണ്. അതൊക്കെ അത്രേ ഉള്ളൂ ബ്രോ. നമുക്കില്ലേ ഈ കളി നമുക്ക് നമ്മളെ റായിനെ ഓർത്തിട്ട് കളിക്കാം. അതുകൊണ്ട് നമ്മൾ ചാവില്ല വിചാരിക്കുന്നു. റായ് ദൈവമേ എന്നെ കാക്കണമേ. അവിടെ തല എടുക്കും. തലയൊന്നും വേണ്ട. അവിടേക്ക് നല്ല അടിയിട്ടുണ്ടാ. പക്ഷെ കുത്തു പിടിക്കുക. തോമസ് വെച്ചാൽ നല്ല കുത്തു പിടിക്കുന്നുണ്ട്. അന്നെ തോമസ് ഇവിടെ എത്തൂല മോനെ, എത്തൂല. അതോ ഉപ്പകര ചടിക്കുന്നുണ്ട്. അവിടെ ഒന്ന് കൊള്ളിയാണോ. തല കൊള്ളുവാള്ളു, അടിക്കുമ്പോഴേക്ക് ഉള്ളുവാള്ളു. അതാണ് തലക്കിട്ട് കൊള്ളൂല. അതാ കിടക്കുന്ന ആ കഴപ്പാ ബ്രോ. കഴപ്പാണ്. കഴപ്പെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കഴപ്പാണ് അവിടെ അങ്ങനെ കിടക്കുകയാണ് വെച്ചാൽ. പക്ഷെ കിടന്നിട്ടും അടിക്കാൻ കഴിയിട്ടാണ്. സ്കോപ്പ് ചെയ്ത് അടിച്ചാൽ മൊണ്ണ. ഇപ്പം നമ്മളെ റായിക്ക് സീനായോണ്ട് നമ്മൾ റായിനെ ഓർത്തോണ്ട് നമ്മൾ കളി എടുത്തിട്ടുണ്ട് 6-2. ഈ റൗണ്ട് അക്ഷയനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അക്ഷയനെ ഓർത്തിട്ട് കളിക്കാം. അക്ഷയ് ബ്രോ ലെക്കില്ലേ? അക്ഷയ്ക്ക് ലെക്കുണ്ട്. ആരാ അക്ഷയ്ക്ക് ലെക്കില്ല എന്ന് പറഞ്ഞേ? 7-2 കളി. നമുക്ക് അടുത്ത വാക്സ് വേണ്ട, ബുക്കൂസിനെ ഇതാക്കിയിട്ട് ഓർത്തിട്ട് കളിക്കാം. ബുക്കൂസിനെ ഓർത്ത് നമുക്ക് കളിക്കാം. ബുക്കൂസാണ് വില്ലനെ ഓർത്ത് നമുക്ക് കളിക്കാം. ഈ കളി ഞാൻ തോൽക്കുമെന്ന് തോന്നുന്നുണ്ട്. ഓറായിമോട്ട്. എടാ ഓൻ്റെ ബാനറും എൻ്റെ ബാനറും കോബ്രേൻ്റെ. വില്ലൻ ബ്രോ ലെക്കില്ല. നിങ്ങൾക്ക് അക്ഷയനെ പോലെ അല്ല പോയില്ലേ. അതുകൊണ്ട് ഒരടിയുമില്ല, കയറില്ല. ആടാ ബ്രോനെ ചടി ഒരു തലക്കിട്ട് നോക്കും. എടാ എന്താ അടിയാടെ അടിക്കുന്നേ? കുത്തിപ്പിടിക്ക്. നമുക്കൊരു കുത്തിപ്പിടി കളിച്ചാലോ? വില്ലൻ തീരെ ലക്കില്ല. ഞാൻ ഈ കളി തോൽക്കുന്ന ഒന്ന്. ഒരടിയും കയറില്ലടാ. അതെന്താണ്? ആരെങ്കിലും ജയിക്കുവോ മോനെ? ഇത് കളിയൊന്ന് ജയിക്കുന്നൊന്നുമില്ല. ആരെങ്കിലും ഒന്ന് ചാവ്. ഞാനോ അല്ലെങ്കിൽ ഓനോ ഒന്ന് ചത്താ മതി. ആരെങ്കിലും. ആരടാ ഇപ്പം ചാവുക? താനെന്നെ ഇരുന്നിട്ടടിക്കാന. എടാ അത്ര ലോങ്ങിലവിടെ കാണില്ല. ഒന്നും കയറില്ല. നമുക്ക് സ്കോപ്പ് ചെയ്ത് അടിച്ചു നോക്കാം. കാണില്ലടാ. സ്കോപ്പ് ചെയ്യിക്കേ. എടാ ഹെൽമെറ്റ്. ഓക്കെ. അപ്പോൾ വില്ലൻ ലെക്കൊന്നുമില്ല. നമുക്ക് അടുത്ത കളി ഈ കളി നമുക്ക് വാക്സ് 777 FFനെ ഓർത്ത് നമുക്ക് കളിക്കാം. അവിടെ വാക്സ് ആയതുകൊണ്ട് എല്ലാം കളിക്കുന്നതുകൊണ്ട് വാക്സിന് ഉപയോഗിച്ച് വാക്സിനെ ഓർത്ത് കളിക്കാം. ഭയങ്കര വാക്സ്. അത് ഒരടി ഹെഡ്. ഇപ്പം പൊട്ടനാ. 188 കൊടുത്തിട്ടുണ്ട്. അടുത്ത് 88 ഇങ്ങനെ കൊടുക്കാൻ കഴിയുന്നത്. 188 സ്കോപ്പ് അടിക്കാം. 147 വഴി അതിൽ കയറി. വാടാ വേടാ. എടാ ഇങ്ങനെ അടിക്കും. എനിക്ക് കാണില്ല. എടാ എന്നെ ഹെൽമെറ്റ്. ഓടിപ്പോയിട്ട് മെഡോ നീ ഇനിയലേറോ മേടിച്ചു തരാം. നീ ചത്തു മോനെ. എന്താ അടിക്കാം? ഇനിയലേറോ അടിക്കാം അല്ലെങ്കിൽ മെഡ് അടിക്കാം. മെഡ് അടിച്ചിട്ടുണ്ട്. ബ്രോ വാക്സ് സീനല്ലേ? പണ്ടേ വാക്സ് സീനാ. അതുകൊണ്ട് അതൊക്കെ അത്രേ ഉള്ളു വാക്സേ. പിന്നെ നിങ്ങൾ ഞാൻ ഇങ്ങോട്ട് എടുത്തോ അറിയില്ല. എനിക്ക് ഈ ഐഡിയ എന്തായാലും എടുക്കാം. ഇത്രയുള്ള ഒന്ന് തേടുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.